ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദ്വാനില്ലാ അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولا يأب كاتب أن يكتب كما علمه الله صدق الله العلي العظيم ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അള്ളാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു 80% എൻജിനീയറിംഗ് വിദ്യാർത്ഥികളും ഒരു 20% മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് എന്ന് സംഘാടകർ ഉണർത്തുകയുണ്ടായി. ഒപ്പം മറ്റ് വിഭാഗത്തിൽ നിന്നുള്ള പഠനക്കാരും ഉണ്ട് എന്നും ഉണർത്തുകയുണ്ടായി. ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവരുടെ വിദ്യയുടെ വായ, അതിൻ്റെ പരിസമാപ്തി ലക്ഷ്യം, ഇത് പരിശോധിക്കുക, ഉറപ്പുവരുത്തുക എന്നതാണ് ഈ കുറഞ്ഞ നിമിഷങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പറയുകയുണ്ടായി. ഇത്തരുണത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയ, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവർക്ക് കൈവന്നിട്ടുള്ള സൗഭാഗ്യത്തിൻ്റെ പേരിൽ അവരെ അഭിനന്ദിക്കുന്നു, ആശീർവാദങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പഠനവും പഠനത്തിന് ശേഷമുള്ള അവരുടെ ആ സേവനവും സ്വീകരിക്കുമാറാവട്ടെ, ഖൈറിലാക്കി തീർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. പ്രിയങ്കരായ വിദ്യാർത്ഥികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന, അതാണ് ആദ്യമായി ഞാൻ ഓതിയത്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്. വിദ്യ എന്നുള്ളത് അത് കേവലം ഒരു കച്ചവട ചരക്കല്ല എന്നാണ് ഈ കൽപ്പനയുടെ, ഈ ഉത്തരവിന്റെ ആകസാരം. അറിവ് കൈവന്നിട്ടുള്ള ഒരാളും തന്നെ അയാൾ മെഡിസിൻ തലത്തിൽ പഠിച്ചവനാവട്ടെ, എഞ്ചിനീയറിംഗ് തലത്തിൽ പഠിച്ചവനാവട്ടെ, ലോ തലത്തിൽ പഠിച്ചവനാവട്ടെ, മതതലത്തിൽ പഠിച്ചിട്ടുള്ള ആളാവട്ടെ, വലായബുൻ, അക്ഷരാഭ്യാസമുള്ള ഒരൊറ്റ മനുഷ്യനും വിലങ്ങ് തടസ്സം ആവാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. അല്ലാഹുവാണ് അവന് വിദ്യ നൽകിയിട്ടുള്ളത്. അവൻ പ്രസവിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആരായിരുന്നു? ഒരു തരത്തിലുള്ള നോളജും ഇല്ലാത്തവരാണ്. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങൾക്ക് പ്രസവിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു പരീക്ഷ എഴുതാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു. ഒരു നീറ്റ് പരീക്ഷയ്ക്കിരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു എയിം പരീക്ഷയ്ക്കിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോയുടെ എൻട്രൻസിനിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. ഇല്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. യാതൊന്നും അറിയാതെയാണ് മാതാവിന്റെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം കമാ അല്ലമഹുല്ലാഹ്, അൽ ബഖറയിൽ പറയും, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയൊക്കെ ഇതാ അറിവുള്ളവരാക്കി തീർത്തു. ആയതുകൊണ്ട് നിങ്ങളെ എങ്ങനെയാണോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് അവൻ എത്തിച്ചത്, വിദ്യയില്ലായ്മയിൽ നിന്ന് വിദ്യയുടെ ആളുകൾ എന്നതിലേക്ക് നിങ്ങളെ എത്തിച്ചത്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവരെ സമീപിക്കുന്ന അവസരത്തിൽ. അവരിപ്പോൾ ഇല്ലായ്മയിലാണ്, ആയതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്നതുപോലെ അവരെ ഉണ്മയിലേക്ക് എത്തിക്കട്ടെ
എത്തിക്കട്ടെ. അവനവന്റെ സ്വന്തം ശരീരത്തിന്റെ ആ ഇല്ലായ്മ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഒരിക്കലും വിദ്യ അതൊരു കച്ചവടച്ചരക്കാക്കി ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എന്റെ നോളജ് ഞാൻ വിട്ടുതരികയുള്ളൂ എന്ന് പറയുന്ന ഒരു ചുറ്റുപാടുണ്ടാവാൻ പാടില്ലതല്ല. ഒരു മെയിൻ സിദ്ധാന്തമാണ്, ഒരു തീസിസ്. കമാ അല്ലമഹുല്ലാ, ഞാൻ എങ്ങനെയായിരുന്നു എന്നെ അള്ളാഹു കടാക്ഷിച്ചിട്ടല്ലേ. എന്റെ ക്ലാസ്മേറ്റുകൾ എത്ര പേര് തെങ്ങ് കയറി ജീവിക്കുന്നുണ്ട്, എന്റെ ക്ലാസ്മേറ്റുകൾ എത്ര പേര് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. ഇന്ന് എന്നെ ഈ രൂപത്തിൽ ഒരു VIP നിലവാരത്തിൽ അള്ളാഹു എത്തിച്ചത് കൊണ്ട് മാത്രമല്ലയോ ഞാനിത് താണ്ടിക്കടന്നത്. ആയതുകൊണ്ട് തന്നെ എന്റെ വിദ്യ ഏതർത്ഥത്തിലും മറ്റുള്ളവർക്ക് ഒരു പൊതുസ്വത്താണ്, അത് ഞാൻ നൽകിയേ പറ്റൂ എന്ന് ഞാൻ അതിനെ കച്ചവടച്ചരക്ക് എന്ന നിലക്ക് കാണുന്നുവോ, എപ്പോൾ ഞാൻ അതിന്റെ മൂല്യം കളയുന്നുവോ, താൽസമയത്ത് അള്ളാഹു പെട്ടെന്ന് എന്നിൽ നിന്ന് കാഴ്ച പിൻവലിക്കുന്നത് പോലെ, ഓർമ്മശക്തി പിൻവലിക്കുന്നത് പോലെ, കേൾവി ശക്തി പിൻവലിക്കുന്നത് പോലെ എന്റെ നോളജ് അള്ളാഹു തആല തിരിച്ചെടുക്കാം. ഈ ഒരു വിചാരത്തിലായിരിക്കണം എപ്പോഴും ആളുണ്ടായിരിക്കേണ്ടത്. എന്റെ മാന്യ സഹോദരങ്ങളിൽ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള വിദ്യകളിൽ മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ബഹുമതിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സന്ദർഭത്തിൽ നാം ചെന്നെത്തുന്ന അള്ളാഹുവിന്റെ ഒരു വചനമാണ്, അള്ളാഹുവിന്റെ ഒരു വാക്കാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. മെഡിക്കൽ വിഭാഗത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അത് പാസ്സായി ഉയരങ്ങളിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാനുള്ളത് ശമ്പളമല്ല. അവർക്ക് സ്വപ്നം കാണാനുള്ളത് വലിയ കസേരകളല്ല. അതിനേക്കാൾ എല്ലാം അപ്പുറം അള്ളാഹുവിന്റെ ഒരു വാക്ക്, വമൻ അഹ്യാഹാ. ഏതെങ്കിലും ഒരാൾ മറ്റൊരു മനുഷ്യന് ഹയാത്ത് പകർന്നാൽ, ജീവൻ നൽകാൻ സാധിച്ചാൽ, ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, നിശ്ചയം അവൻ മനുഷ്യകുലത്തിന് ഒന്നടങ്കം ചേതന പകർന്നതിന് സമാനമാണ്. അപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹം ഒരു സർജറി വഴി മരണത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ രക്ഷപ്പെടുത്തി എന്ന് വെക്കുക. അദ്ദേഹത്തിനത് സാധിച്ചു. ഒരുപക്ഷെ ഓപ്പറേഷൻ വഴിയാകാം, അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റ് രൂപത്തിലാവാം. അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വൈദഗ്ധ്യം കൊണ്ട് മരണത്തിന്റെ വായിലെത്തിയ ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ആ ഡോക്ടർ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് കേവലം ഒരു മനുഷ്യനെയല്ല, മറിച്ച് മുഴുവൻ മനുഷ്യന്മാരെയും അയാൾ ഹയാത്താക്കിയതിന് സമാനമാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ എത്ര കോടി ജനങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ? ഇപ്പോൾ 800 കോടി ജനങ്ങൾ ഭൂമിയിലുണ്ട്. ഈ 800 കോടിക്കും ഓക്സിജൻ നൽകിയവൻ എന്നല്ല പറയും, മറിച്ച് ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യന്മാർക്കും ചേതന പകർന്നതിന് സമാനമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ, ഇവിടെ സംബന്ധിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയെ റോഡിലൂടെ പോകുന്ന അവസരത്തിൽ ആരെങ്കിലും ഒരാൾ തല്ലിയാൽ, യഥാർത്ഥത്തിൽ ആ തല്ലൽ ആ കുട്ടിക്ക് കിട്ടി എന്നല്ല പറയുക, മറിച്ച് ഇവിടെ കൂടിയ 3000 പേരെ തല്ലി എന്ന, നമ്മെ ഒന്നടങ്കം അപമാനിക്കലാണ് ആ ഒരു തല്ല്. അതേ സന്ദർഭത്തിൽ ഈ കൂടി നിൽക്കുന്നതിൽപ്പെട്ട ഒരാൾക്ക് റോഡിൽ കണ്ടപ്പോൾ ഒരാൾ ഇളനീര് വാങ്ങിക്കൊടുത്താൽ, ആ ഇളനീര് വാങ്ങിക്കൊടുക്കൽ ഈ സംരംഭത്തിന് മുഴുക്കെയുള്ള ആദരിക്കലായി പരിഗണിക്കപ്പെടും. ഇതാണ് വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. അപ്പോൾ തന്റേതായ ഒരു രോഗി, ആ രോഗി രക്ഷപ്പെട്ടു പുറത്തേക്കിറങ്ങുന്ന സന്ദർഭത്തിൽ അവരുടെ ഗവൺമെന്റ് തരുന്ന ശമ്പളമോ, അതല്ലെങ്കിൽ ആ രോഗിയുടെ ആളുകൾ തരുന്ന വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ തരുന്ന ഗിഫ്റ്റുകളോ, നത്തിങ്, അതിൽ ഒന്നുമേ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനമാണ്, ഞാനിതാ ഒരു മനുഷ്യകുലത്തിന് മുഴുക്കെയും ചേതന പകർന്നവനാണല്ലോ. വിദ്യാഭ്യാസപരമായി വല്ലപ്പോഴും നിങ്ങൾക്ക് ഒരു പിറകോട്ടടി വന്നു കഴിഞ്ഞാൽ, എന്റെ മാന്യ വിദ്യാഭ്യാസം ചെയ്യുന്നവരോട് പറയുന്നു, ഉടനെ നിങ്ങൾക്ക് ഈ ആയത്ത് ഓർമ്മ വരേണ്ടതാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിന് ഇരിക്കുന്ന സന്ദർഭത്തിൽ
അതല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യയിൽ നിന്ന് ഊരിക്കളയുക എന്നൊരു ദുസ്വഭാവം ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. കോഴ്സ് പൂർത്തിയാക്കുകയില്ല, 1, 2, 3 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്മാറിക്കളയുന്നു. ചിലർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. വേറെ ചില ആളുകൾ തസ്തിക ലൈന് മാറി ബിസിനസ്സിലേക്ക് പോവാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ എത്രയെങ്കിലും സീറ്റുകൾ അവസാന വർഷമാകുമ്പോഴേക്ക് നഷ്ടപ്പെട്ട് ഒഴിഞ്ഞ് കാലിയായി കിടക്കുന്ന അവസ്ഥ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു നീരസം, ഇങ്ങനെയുള്ള ഒരു പിറകോട്ടടി അല്ലയോ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വല്ലപ്പോഴും നിങ്ങൾക്ക് തട്ടിയാൽ നിങ്ങൾക്ക് ഉണർവേകാൻ സഹായകമാകുന്ന ഒരു മുദ്രാവാക്യമായി ഇതിനെ കാണുക. അള്ളാഹുവിന്റെ കലാം ഇല്ല, ഞാൻ എൻ്റെ സെം പൂർത്തിയാക്കും, ഞാൻ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കും, ഞാൻ MD പിന്നിടും, അതിന്റെ ശേഷം ഞാനിതാ സ്പെഷ്യലായിട്ട് മേൽപോട്ട് പോവും. കാരണം ഒരു രോഗിയെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് എന്താ? ഭൂമിയിലുള്ള ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള എല്ലാ മഹൽ വ്യക്തിത്വങ്ങളെയും ഞാൻ ചികിത്സിച്ച് മാറ്റിയതിന് സമാനമാണെന്നല്ലേ പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഒഴിഞ്ഞുകൊടുത്തതുപോലെയോ അതല്ലെങ്കിൽ സേവനം ചെയ്തതുപോലെയോ ആ ഹളറത്തിൽ ഒരർപ്പണം എനിക്ക് സാധിച്ചില്ലല്ലോ. ഈ കുറവ് നികത്താൻ എൻ്റെ ഈ നോളജ് സഹായകമാകുമെന്ന് ഖുർആൻ പറയുമെങ്കിൽ അതിനേക്കാളും വലിയ എന്തൊരു അനുഭൂതിയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മടിയുടെയും ഉന്മേഷരാഹിത്യത്തിന്റെയും സന്ദർഭത്തിൽ മേൽപോട്ട് മുന്നോട്ട് കുതിച്ചു വരണം. അതിന് സഹായകമാകുന്ന ഒരു മുദ്രാവാക്യമാണ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയാം, സാക്ഷാൽ ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനരുടെ ശിഷ്യന്മാരാകുന്നു നിങ്ങൾ. ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ വലിയ ഭാഗ്യം കൊയ്ത കൂട്ടരാകുന്നു. ഇന്നിപ്പോൾ സുഗമമായി നാം ഇവിടെ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ ഇറങ്ങിയിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഈ യോഗത്തിന് പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. മിനിയാന്ന് 4-ാം നാള് കണ്ണൂർ നഗരത്തിൽ പുലി ഇറങ്ങിയപ്പോൾ ആ വലിയ പട്ടണം ഒന്നടങ്കം സ്തംഭിച്ചു പോവുകയുണ്ടായി. ഇതാണ് ഭീകര ഹിംസ്ര ജന്തുക്കൾ നാട്ടിലുണ്ടായാലുള്ള അവസ്ഥ. എങ്കിൽ അതിനേക്കാൾ അപായകരമായ ഒന്നായിരുന്നു യജൂജ് മഅജൂജ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം. അവരെയും കൊണ്ട് വിഷമിക്കുക എന്നുള്ളത് ഇന്നും നാം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസിനെ അല്ല, അതല്ലെങ്കിൽ പുലിയെ അല്ല, നരിയെ അല്ല, യജൂജ് മഅജൂജിനെ കൊണ്ട് നമുക്ക് ഈ മലപ്പുറം കോഴിക്കോട് റോഡ് അത് തുറക്കാൻ പറ്റുമായിരുന്നില്ല. ആരാണ് ഇന്നുള്ള നമ്മെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചത്? ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ അതൊരു എഞ്ചിനീയറായിരുന്നു. മഹാനായ ദുൽഖർനൈൻ എന്നവരാണ് ആ വലിയ കൃത്യം ചെയ്തത് എന്ന് നാം വെള്ളിയാഴ്ച തോറും ഓതുന്ന അൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറയുന്നു. മഹാനവറുകൾ ഒരു ഏരിയയിലേക്ക് ചെന്നപ്പോൾ ആ ഏരിയയിൽ ഇവരുടെ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൽസമയത്ത് ആ ഏരിയയിലെ അന്തേവാസികൾ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ഇവരുടെ ശല്യം സഹിക്കവയ്യ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ദുൽഖർനൈൻ എന്നവർ പറഞ്ഞു, ആതൂനി സുബറൽ ഹദീദ്, അല്ലയോ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അതുപോലെ ഇതാ വൈദ്യുതി വിഭാഗത്തിൽ പഠനം നടത്തുന്ന ആളുകളെ, ആണവ നിലയങ്ങളിലേക്ക് ജോലിക്ക് പോവാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളെ, ഇൻഡസ്ട്രിയൽ മേഖലകൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം ദുൽഖർനൈൻ എന്നവർ പറഞ്ഞത്, കൊണ്ടുവരൂ, എൻ്റെ അരികിലേക്ക് പാളികൾ കൊണ്ടുവരൂ, ഇന്ധനം നാം ഉണ്ടാക്കാം, നിങ്ങൾ ഇതാ സ്റ്റീൽ പാളികൾ കൊണ്ടുവരിക, ചുട്ടുപഴുത്ത സ്റ്റീൽ പാളികൾ നിങ്ങൾ കൊണ്ടുവരിക, ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു തരാം. മഹാനായ ദുൽഖർനൈനി എന്നവർ അവിടുത്തേതായ ആ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന സാങ്കേതിക വിദ്യ കൊണ്ട് വിശാലമായ ഒരു തടസ്സം അന്ന് സൃഷ്ടിച്ചു വെച്ചത് കൊണ്ട് അവരുടെ കറാമത്തും അവരുടെ എഞ്ചിനീയറിംഗും അല്ലാഹുവിന്റെ ആ ഒരു ഔദാര്യം അത് ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇനി ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് അത് പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ പൊട്ടുക എന്നല്ലാതെ അതുവരേക്കും ഗ്യാരണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനമാണ്. നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും റെയിൽവേ പാലങ്ങളുണ്ട്. ആ റെയിൽവേ പാലങ്ങൾ ബ്രിട്ടീഷുകാരൻ പണിതതായിരുന്നു. അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും പാലങ്ങൾ പണിതിട്ടുണ്ടായി. ആ ഇന്ത്യ പണിതിട്ടുള്ള പാലങ്ങളും ബ്രിട്ടീഷുകാരൻ പണിതിട്ടുള്ള പാലങ്ങളും തുലനം ചെയ്യാറുണ്ട് നാം. ബ്രിട്ടീഷുകാരന്റെ എഞ്ചിനീയറിംഗ്, അവന്റേതായ പ്രവർത്തനങ്ങൾ അത് തുല്യതയില്ലാത്തതാണ് എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഏത് ബ്രിട്ടീഷുകാരൻ പണിതതായിരുന്നാലും അതിന് ഇതാ 500 600 കൊല്ലം കഴിയുമ്പോഴേക്ക് പഴക്കം സംഭവിക്കുകയാണ്. ദുൽഖർനൈനി എന്നവരുടേതിന് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടും ഒരിളക്കവും തട്ടാതെ എന്നും തുടരുകയാണ്. എന്നു മാത്രമല്ല, നമ്മുടെ ആകാശഗംഗയിൽ 2000 അല്ല 3000 അല്ല 4000 അല്ല സാറ്റലൈറ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രങ്ങളുടെയും ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കകത്ത് എന്ത് നടക്കുകയാണെങ്കിലും അത് ഒപ്പിയെടുക്കാൻ കെൽപ്പുള്ള നിരവധി സാറ്റലൈറ്റുകൾ ഇന്നുണ്ട്. ഒളിച്ചിരിക്കാൻ ഒരാൾക്കും കഴിയാത്ത പരുവത്തിൽ ഇന്ന് ഇതാ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം തന്നെ പറഞ്ഞയച്ചിട്ടുള്ള ചന്ദ്രയാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഠനത്തിന് വിധേയമാവാത്ത വിധത്തിൽ അന്യം കൽപ്പിക്കപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും ചന്ദ്രന് ചുറ്റുമായി അത് കറങ്ങുന്നുണ്ട് എന്ന് ഇന്നലെ മിനിയാന്ന് നാസ അവരുടെ വാഷിംഗ്ടണിലെ യന്ത്രത്തിൽ കണ്ടെത്തുകയുണ്ടായി എന്ന് നിങ്ങൾ കേട്ടു. ഇത് ചന്ദ്രന് ചുറ്റും പറക്കുന്ന കഥ. എന്നാൽ ഭൂമിക്ക് ചുറ്റും ഓരോ 90 മിനിറ്റിലും പറന്ന് ഒരു റൗണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. അത് അന്താരാഷ്ട്ര നിലയം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല രാഷ്ട്രങ്ങളുടേതുമായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. എന്നിട്ട് ഇതുവരെയും ഈ 2017 ഈ സെക്കൻഡ് വരെയും എവിടെയാണ് യജൂജ് മൗജൂജിന്റെ അവരെ അടക്കിക്കെട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒരൊറ്റ സാറ്റലൈറ്റിലും തെളിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മഹാനായ ആ ദുൽഖർനൈനി എന്നവരുടെ ഒളിച്ചുവെപ്പ്, അദ്ദേഹത്തിന്റെ സുസ്ഥാപനം, അദ്ദേഹത്തിന്റെ കെട്ട്, അദ്ദേഹത്തിന്റെ ആ കഴിവ് എത്ര പ്രശംസിച്ചാൽ നമുക്കതിന് വാക്കുകൾ ഉണ്ടാകുമോ? അവാച്യവും അവർണ്ണനീയവും എന്ന് പറയേണ്ടതുണ്ട്. അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന അവസരത്തിൽ നാം അദ്ദേഹത്തോട് കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 250 വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ മൈസൂർ ബാംഗ്ലൂർ റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ആയുധപ്പുരക്ക് 900 ടൺ വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ 250 കൊല്ലങ്ങൾക്ക് ശേഷവും യാതൊരു പരുക്കും പറ്റാതെ അതിന്റെ പുരാവസ്തു വിഭാഗം ആളുകൾ ആ ഭംഗിയോടുകൂടെ ഇന്നലെ എടുത്തുമാറ്റി മറ്റൊരിടത്തേക്ക് വെച്ചപ്പോൾ അവിടെ മഹാനായ ആ വലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനം, അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹം ഒരുക്കുകൂട്ടിയ എഞ്ചിനീയർമാരുടെ പ്രവർത്തനത്തിന്റെ ഐക്യദാർഢ്യത, അതിന്റെ മുമ്പിൽ നാം ഇതാ മൂക്കത്ത് വിരൽ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ അനുഗാമികളായിട്ടാണ് ഈ എഞ്ചിനീയറിംഗ് വിഭാഗം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി വരുന്നത്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അർ-റഹ്മാൻ അതിൽ പറയുകയുണ്ടായി. എന്താ പലതും പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായി പറഞ്ഞു. അതിൽ പറഞ്ഞ ഒന്നാണ് ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അതിനുശേഷം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നൊരു പദം അതിൽ ഒരു സെന്റൻസിൽ കാണാൻ കഴിയും. അല്ലമൽ ഇൻസാന മാ ലം യഅലം. എന്താണ് അതിന്റെ സാരം? അല്ലമ എന്ന് പറയുന്നത് അതൊരു വെർബാണ്, അതൊരു ഫീലാണ്. ഫീലി എന്ന് പറഞ്ഞാൽ അത് സമയത്തെ കുറിക്കുന്നതാണ്. സമയം എന്ന് പറഞ്ഞാൽ അത് നൈമിഷികമായി ഇങ്ങനെ ഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നിൽപ്പില്ല. ആനം ഫാന സെക്കൻഡുകളായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഏതൊരു വെർബും തജദ്ദുദ് ഹുദൂസിനെ, പുതുതാവലിനെ അറിയിക്കുമെന്നാണ്. അപ്പോൾ അല്ലമൽ ഇൻസാനമാ ലം യഅലം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്നലെ വരെയും മനസ്സിലാവാത്ത ഒന്ന് ഇന്ന് അല്ലാഹു തആല മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നു. നവവിജ്ഞാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പഴയ മനുഷ്യന് കിട്ടാത്തത് പുതിയ മനുഷ്യന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് കണ്ടെത്തുക, അത് ഗവേഷണം ചെയ്യുക, എന്നിട്ട് ജനങ്ങൾക്ക് ഈ ദുൽഖർനൈനി എന്നിവർ നൽകിയതുപോലെ ഒരു പൊതുസ്വത്തായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. എഞ്ചിനീയർമാര് അവർക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. കേരളം 3,80,00,000 ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന തേങ്ങാപ്പൂൾ പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ്. ഇവിടെ ജനസാന്ദ്രത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ജനസാന്ദ്രത ഉണ്ടായിരുന്നാലും ജീവിക്കാൻ, താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതല്ല. കാരണം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ജനങ്ങൾ 3 കോടിയായിരുന്ന സന്ദർഭത്തിൽ, 2.5 കോടിയായിരുന്ന സന്ദർഭത്തിൽ, ആ ജനങ്ങൾ കേവലം 1 കോടിയായിരുന്ന സന്ദർഭത്തിൽ എങ്ങനെ സുഭിക്ഷമായി ജീവിക്കാൻ കഴിഞ്ഞുവോ
അതിനേക്കാൾ കൂടുതൽ സുഭിക്ഷതയിലും അതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിലും ഈ 3.25 കോടിയുള്ള അവസരത്തിൽ ജീവിക്കാനുള്ള നോളജ്, അതിനുള്ളതായ വിദ്യ, അതിനുള്ള സൗകര്യം പുതിയ മനുഷ്യന്റെ ഹാർട്ടിലേക്ക്, അവന്റെ തലച്ചോറിലേക്ക് അല്ലാഹു തആല പകർന്നുകൊണ്ടിരിക്കും എന്നാണ് അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറഞ്ഞാൽ. നേരത്തെ ഒരു 5 സെന്റ് സ്ഥലത്ത് ഒരാൾ താമസിക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അടക്കം മാക്സിമം 5-10 ആളുകൾക്ക് മാത്രം താമസിക്കാനുള്ള ഒരു സൗകര്യമേ ആ 5 സെന്റിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതേ സ്ഥലത്ത് ഒരു 15 സെന്റോ അതല്ലെങ്കിൽ 1 ഏക്കർ ഭൂമിയോ ഉണ്ടെങ്കിൽ അവിടെ 150 ഫാമിലിക്ക് 250 ഫാമിലിക്ക്, അഥവാ 1 അല്ല 2 അല്ല 3 അല്ല ജുമുഅയുടെ ആളുകൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന വിദ്യ, അഥവാ 45 നില 50 നില ഇത്രയും ഉയർന്ന നിലകളിലേക്ക്, ആകാശഗംഗയിലേക്ക് നീണ്ട് ഉയരങ്ങളിലുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിന്റെ സാങ്കേതിക വിദ്യ, അതിന്റെ ടെക്നോളജി പഴയ മനുഷ്യന് ആവശ്യമില്ലാത്തതുകൊണ്ട് അന്ന് കൊടുത്തില്ല. ഇന്നത്തെ മനുഷ്യന് ആവശ്യമുണ്ടായപ്പോൾ അല്ലമൽ ഇൻസാന മാ ലം യഅലം, പ്രയാസരഹിതം ആ ഫ്ളാറ്റുകളിൽ നിന്ന് ജുമുഅക്ക് ഇറങ്ങി വരുന്ന ആളുകൾ അവർ ജുമുഅ കഴിഞ്ഞ് അവരുടെ ഫ്ളാറ്റുകളിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് അയൽപ്പക്കത്തെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഇവർ അവരുടെ വീടുകളിൽ ലിഫ്റ്റിന്റെ സൗകര്യത്തോടുകൂടെ. അല്ലമൽ ഇൻസാന മാ ലം യഅലം. പക്ഷേ ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി സൗകര്യങ്ങൾ കണ്ടെത്തുന്ന സന്ദർഭത്തിൽ എഞ്ചിനീയർമാരുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന്, ആ ബോഡിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബയോളജി ക്ലോക്ക് സംവിധാനത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുത. ബയോളജി ക്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറിൽപ്പെട്ട ഓരോ മണിക്കൂറും പാസ് ചെയ്തു പോകുമ്പോൾ അത് അവന്റെ ശരീരത്തെ വ്യത്യസ്ത സ്വഭാവത്തിൽ ആ ശരീരവുമായി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത. ഇതറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ എഞ്ചിനീയറിംഗും നമ്മുടെ മെഡിസിനും മുന്നോട്ട് പോവേണ്ടത്. കാലത്ത് അഥവാ AM 12 മണി മുതൽ 1 മണി വരെയുള്ള ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി, പ്രതിരോധത്തിന് വേണ്ടി ഒരുക്കി നിർത്തപ്പെട്ടുള്ള അണുക്കൾ അതിൻ്റെതായ പ്രവർത്തനം സുസജ്ജമായിരിക്കും. അതേ സന്ദർഭത്തിൽ രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു ടൈം, ഏത് പ്രദേശത്ത് ആൾ താമസിച്ചാലും ശരി, തന്നെ സംബന്ധിച്ചിടത്തോളം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം അത് പ്രതിരോധശേഷി, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ അണുക്കൾക്ക് വളരെ വീക്കായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാകുന്നു. ഈ 24 മണിക്കൂറിൽ നിന്ന് ബ്ലഡ് പ്രഷർ അത് ശക്തമായ രൂപത്തിൽ അനുഭവപ്പെടുന്ന, ലോ ആകുന്ന പല സമയങ്ങളും മാറി മാറി വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നോക്കിയിട്ട് അതിനാസ്പദമായി അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മണ്ണിലേക്ക് താഴ്ത്തി വെപ്പിച്ചുകൊണ്ട് ആ പ്രഷറിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് 5 വഖത്ത് നിസ്കാരങ്ങൾ നിർബന്ധമായ രൂപത്തിൽ വെച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റേതായ വലത്തെ കാലിന്റെ പെരുവിരൽ ശക്തമായ രൂപത്തിൽ ഭൂമിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാനും സെക്കൻഡുകൾ നിൽക്കുന്ന സന്ദർഭത്തിൽ, അഥവാ തവറുക്കിന്റെ അത്തഹിയ്യാത്തിനിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇഫ്തിറാശിന്റെ ഇരുത്തത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ തള്ളവിരൽ ശക്തമായിട്ടും മറ്റുള്ള വിരലിൽ അതിന് സഹായകമായ രൂപത്തിലും അമർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നിൽക്കുന്ന സന്ദർഭത്തിൽ തന്റെ ശരീരത്തിൽ ഈ പ്രകൃതി ഉണ്ടാക്കി തീർക്കുന്ന കമ്പനങ്ങൾ, ഈ കമ്പനങ്ങളെ ബ്രേക്ക് ചെയ്യാൻ സഹായകമാകുന്നത് കൊണ്ടാണ് അതേ ടൈമിൽ ആ ഇരുത്തവും ആ പൊസിഷനും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ മെഡിസിന്റെ ആളുകൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അവരുടെ കയ്യിലുള്ള ലിസ്റ്റാണ്. സാധാരണഗതിയിൽ എപ്പോഴാണ് പ്രസവം കാര്യമായി നടക്കാറുള്ളത് എന്ന് പരിശോധിച്ചാൽ, മരണം എപ്പോഴാണ് നടക്കാറുള്ളത് എന്ന് പരിശോധിച്ചാൽ, രാത്രി 12 മണിയുടെയും രാവിലെ 6 മണിയുടെയും ഇടക്കായിട്ടാണ് ജനനവും മരണവും, ഖലഖൽ മൗത വൽ ഹയാ, ആ 2 കാര്യങ്ങളും കൂടുതൽ ആപേക്ഷികമായി കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു സഹോദരന്മാർ. ഈ ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സൂര്യപ്രകാശം ഒരു ദിവസത്തിൽ ഇത്ര കിട്ടണമെന്നുള്ളത് നിർബന്ധമായ കണക്കുണ്ട്. നാം ഒരു ഫ്ലാറ്റിന് വേണ്ടി ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ
അതല്ലെങ്കിൽ ഒരു ഫ്ളാറ്റിന് വേണ്ടി ചന്തമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഒരു ഫ്ളാറ്റിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ആ ഫ്ളാറ്റിൽ എത്ര തന്നെ റൂമുകൾ ഉണ്ടെങ്കിലും മുഴുവൻ റൂമുകളിലേക്കും ആ റൂമിൽ പാർക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, പകൽ സമയത്ത് അതിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർക്ക് പ്രകാശരശ്മികൾ കിട്ടാതെ പോകുന്ന ചുറ്റുപാടിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളതല്ല. നമ്മുടെ മുമ്പിൽ വരുന്നേക്കാം ഫ്ളാറ്റിന്റെ ബിൽഡേഴ്സ്, നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നേക്കാം, ഇതാ എനിക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ട്, അതിനകത്ത് നിങ്ങൾ നിർമ്മിച്ചു തരണം. ഒരുപക്ഷെ നമ്മുടെ ആ മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകിയാലും കോർപ്പറേഷൻ അംഗീകാരം നൽകിയാലും നിങ്ങൾക്ക് ഓർമ്മ വേണം, വശംസി വദുഹാഹ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും സൂര്യനോടൊപ്പം 10 മണി എന്ന് പറയുന്ന സമയത്തെയും പിടിച്ച് സത്യം ചെയ്തു? വശംസി വദുഹാഹ, എന്താണ് ആ ദുഹായെ പിടിച്ച് ചെയ്യാൻ കാരണം? ഒരു മനുഷ്യന്റെ ബോഡിക്ക് അനിവാര്യമായും വേണ്ടതാണ് സൂര്യപ്രകാശം. ആ സൂര്യപ്രകാശം കിട്ടേണ്ട അളവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് നിരവധി ചർമ്മരോഗങ്ങൾ ഉണ്ടാവാനുള്ള വകുപ്പുകളുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലുകൾക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ സൂര്യപ്രകാശം കിട്ടുന്ന രൂപത്തിലായിരിക്കണം ബിൽഡിങ്ങുകൾ സംവിധാനം ചെയ്യേണ്ടത്. ഇന്ന് പല സ്ഥലങ്ങളിലും തന്നെ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? കോൺക്രീറ്റ് കാടുകളാണ് കാണാൻ കഴിയുന്നത്. ദുബൈയിലാവട്ടെ ബഹ്റൈനിലാവട്ടെ കോൺക്രീറ്റ് കാടുകളാണ്. ആ കോൺക്രീറ്റ് കാടുകളിൽ 2 കൊല്ലക്കാലം ജോലിക്ക് പോയി താമസിക്കുന്ന ഫാമിലി അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആരോഗ്യമില്ലാതെ രോഗത്തിന്റെ അടിമകളായി പോകുന്നു. മക്കൾക്ക് കിട്ടിയില്ല, അവൾക്ക് സൂര്യപ്രഭ കിട്ടിയില്ല. ഫ്ളാറ്റിൽ നിന്ന് അങ്ങനെ തന്നെ ഇറങ്ങി അവരെ കൊണ്ടുപോകാൻ വന്ന ബസ്സിൽ കയറി അവരങ്ങ് പോകുന്നു, തിരിച്ചു വരികയും ചെയ്യുന്നു. ഏതാണ് സൂര്യൻ? സൂര്യന്റെ ഊർജം എന്താണ്? ശരീരത്തിലേക്ക് വരുന്നില്ല. ഈ ബയോളജി ക്ലോക്ക് അനുസരിച്ചുകൊണ്ട് രാത്രി ഏകദേശം 8:30 മണി മുതൽക്ക് തുടങ്ങും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉറക്കത്തിന്റെ ഹോർമോണുകൾ എന്ന പേരിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള ഹോർമോണുകളുണ്ട്. ഡോക്ടർമാർക്കറിയാം ഈ ഹോർമോണുകൾ ചാലുവാകുന്ന സമയമാണ്. ആ സമയം മുതൽക്ക് ലവലേശം രശ്മികൾ ശരീരത്തിൽ തട്ടാൻ പാടില്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. സൂര്യന്റെ രശ്മി അപ്പോൾ തട്ടുകയില്ല, എന്നാൽ നാം കൃത്രിമമായ രശ്മികൾ തട്ടുന്നു. ഈ കാണുന്ന പ്രകാശ രശ്മികളൊന്നും തന്നെ ശരീരത്തിൽ തട്ടാൻ പാടില്ലാത്തതാണ്. ഇന്ന് ടൗൺ എഞ്ചിനീയറിംഗ്, ടൗൺ സംവിധാനം, ടൗൺ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ ഒരുപക്ഷെ നഗരസഭാ ചെയർമാൻ, മേയർ അഭിമാനം കൊള്ളുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതിന്റെ പരിസരങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ വീട്ടിലെ മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് മുഴുക്കയും ഹാനികരമാണ് എന്നതാണ് സത്യം. അവർ ഉറങ്ങുന്നുണ്ടാകും, പക്ഷേ അവരുടെ ശരീരത്തിന് ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ കിട്ടേണ്ട തമാം ഇതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വസ്തുതാപരമായി അറിയാൻ കഴിയുന്നതാണ്. എല്ലാ വലിയ റോഡുകളുടെയും അരികിൽ സ്ട്രീറ്റ് ബൾബുകൾ സ്ഥാപിക്കുമ്പോൾ ആ നഗരത്തിന് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഇതിന്റെ നേരെ ചുവട്ടിൽ ധാരാളം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ചെടികളുടെ നേർക്ക് രശ്മികൾ വരാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ബൾബുകൾ സ്ട്രീറ്റ് ലൈറ്റിൽ സ്ഥാപിച്ചിട്ടുള്ളത്, ആ സ്തൂപങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നിയമം വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ഈ രശ്മികൾ നേരെ ചുവടക്ക് നിൽക്കുന്ന വളരെ ശക്തിയേറിയുള്ള വേരുകളുള്ള മരങ്ങൾ തന്നെയാണെങ്കിലും ശരി, അവയ്ക്ക് താങ്ങാൻ കഴിയില്ല, അവയുടെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരീരത്തിന് നിദ്ര കാമിലാവാൻ, നിദ്ര അതിന്റെ യഥാർത്ഥ രൂപത്തിലായി തീരാൻ രശ്മികൾ ഏൽക്കാത്ത രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ആവശ്യമാണ്, അതുപോലെയുള്ള വീടുകൾ ആവശ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അശേഷം വെളിച്ചം ബാക്കി വെക്കാതെ മുഴുവൻ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അന്നത്തെ കാലയളവിൽ ഇരുന്ന് ചിന്തിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകാം, അങ്ങനെ പറയാൻ ഇടവന്നിട്ടുള്ളത്? വല്ലപ്പോഴും എലികൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക് അതും എടുത്ത് ഓടുന്ന സന്ദർഭത്തിൽ ആ ഓട്ടത്തിന്റെ പേരിൽ വീട് അഗ്നിക്കിരയാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ വിളക്ക് ഓഫാക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാന്യ സുഹൃത്തുക്കളെ, ബൾബുകൾ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ എലിയുടെ പ്രശ്നമൊന്നുമല്ല വരുന്നത്, മറിച്ച് നമ്മുടെ ബയോളജി ക്ലോക്ക് പറയുന്നു വലിയല്ല പ്രശ്നം, നമ്മുടെ നിദ്രക്ക് ആവശ്യമാകുന്ന വളർച്ച കിട്ടുന്നില്ല എന്നുള്ളതാണ്.
ഇങ്ങനെ വരുമ്പോൾ 35-ാമത്തെ വയസ്സ് 40 വയസ്സാകുമ്പോഴേക്ക് മുടി നരക്കുകയാണ്. 35-40 വയസ്സാകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുഖം ചുളിയുകയാണ്. 35-40 വയസ്സാകുമ്പോഴേക്ക് ആമാശയത്തിന്റെ കെൽപ്പ് കുറഞ്ഞു പോവുകയാണ്. എന്നാ കാരണം? ആവശ്യമായ അളവിൽ സൂര്യപ്രകാശവും ആവശ്യമായ അളവിൽ ഇരുട്ടും ലഭ്യമായില്ല എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ നാം വീടുകൾ വരച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ, അത് തയ്യാറാക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ എഞ്ചിനീയർമാരാണ് ചിന്തിക്കേണ്ടത്. ഞാനിത് എനിക്ക് കയ്യിൽ തരുന്ന ക്യാഷിന്റെ പേരിൽ വരച്ചു കൊടുക്കുകയല്ല. എന്റെ ധർമ്മം മഹാനായ ദുൽഖർനൈനി എന്നവരുടെ ധർമ്മമാണ്. ഒരു നാഗരികതയെ കെട്ടിപ്പടുക്കുകയായിരുന്നു മഹാനവറുകൾ. ഒരു സംസ്കൃതി സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അതിന്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉള്ളത്. ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഫ്ലാറ്റ് ഇതേ രൂപത്തിൽ നാം വരച്ച് പൂർത്തീകരിച്ചു കൊടുത്താൽ ഞാൻ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന നൂറുകണക്കായ കുടുംബങ്ങളോട് ദ്രോഹപരമായ ഒരു സമീപനമായിരിക്കും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവരോട് മനുഷ്യത്വപരമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിന്റെ ലൈനിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. അതല്ലെങ്കിൽ അറിയാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശാപം ഏറ്റുവാങ്ങുന്ന എഞ്ചിനീയർമാരായി നാം കലാശിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും പറയട്ടെ സുഹൃത്തുക്കളെ, നമ്മുടെ ന്യൂഡൽഹി, ഡൽഹി, കെജ്രിവാൾ അദ്ദേഹം ഒറ്റ നമ്പർ വാഹനങ്ങൾ, ഇരട്ട നമ്പർ വാഹനങ്ങൾ ഈ നിലയ്ക്കൊരു നിയന്ത്രണം സ്ഥാപിച്ചത് നമുക്കറിയാം. ഇന്നത്തെ ദിവസം 1, 3, 5 ഈ രൂപത്തിലുള്ള ഒറ്റ നമ്പറുകളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എങ്കിൽ നാളെ ഇരട്ട നമ്പർ വാഹനങ്ങൾ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. എന്തായിരുന്നു കാരണം? കാരണം മറ്റൊന്നുമായിരുന്നില്ല, അന്തരീക്ഷ മലിനീകരണമായിരുന്നു. എന്ന് വെച്ചാൽ ആസ്തമ രോഗികൾ വളരെ പെട്ടെന്ന് അവർ യമപുരിക്ക് യാത്രയാകും. സ്ത്രീകളും കുട്ടികളും പെട്ടെന്ന് ശയ്യാവലംബികളാകും. ആളുകളുടെ മരണത്തിന്റെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം അന്തരീക്ഷം മലിനമായി ഡൽഹി എന്നതിന്റെ പേര്. ഡൽഹിക്ക് ഇനിയും ധാരാളം വേറെ പോരായ്മകൾ, ന്യൂനതകൾ പറയപ്പെടുന്നു. ഇതിന്റെ കാര്യം അന്തരീക്ഷ മലിനീകരണമാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം. ആരാണ് അന്തരീക്ഷം മലിനമാക്കിയത്? പ്രധാനമായും അന്തരീക്ഷം മലിനമാക്കിയത് അവിടുത്തെ വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, എഞ്ചിനീയറിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന, അതിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഇനം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടെ തന്നെ കരണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ നിന്നും ആകാശഗംഗയിലേക്ക് കയറ്റിവിടപ്പെടുന്ന മാലിന്യങ്ങൾ. ആ മാലിന്യങ്ങളാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. നമ്പർ 2 കുറ്റവാളി അത് വാഹനങ്ങളാണ്. വാഹനങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആ രാജ്യത്തെ അരക്കാശിന് കൊള്ളില്ലാത്തതാക്കി തീർത്തു. ഇവിടെ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ദുൽഖർനൈനി മഹാനവറുകളെ പിൻഗാമികൾ. ഏതൊരു തസ്തികയിൽ താൻ നിയമിക്കപ്പെടുമ്പോഴും, ഏതൊരു ജോലിയിൽ നാം കയറുന്ന സന്ദർഭത്തിൽ തന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇതിന്റെ റിയാക്ഷൻ. എന്നെ ഏൽപ്പിച്ച ഈ ഡ്യൂട്ടി ഞാൻ ഭംഗിയായി നിറവേറ്റുമ്പോൾ കമ്പനിക്ക് കാര്യമുണ്ടാകുന്നു, ശരിയാണ്, എനിക്ക് ശമ്പളം ഉണ്ടാകുന്നു, ശരിയാണ്, അതിന്റെ റിയാക്ഷൻ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ആ ഫീൽഡിലേക്ക് പോകാൻ പാടുള്ളൂ. ഇത് എൻ്റെ ഒരു ഡ്യൂട്ടി അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളതല്ല, പിന്മാറേണ്ടതാണ്. ഒരുപക്ഷെ വലിയ സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നൂറുകണക്കായ മനുഷ്യന്മാരാണ് ഇവിടെ പെട്ടെന്ന് രോഗികളായിത്തീരുന്നത്. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ 945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചതുകൊണ്ട്
സഖ്യകക്ഷികൾക്ക് കാര്യമായ കാര്യം കിട്ടിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം 5 കൊല്ലക്കാലം കഴിഞ്ഞിട്ടും നിർത്താതെ പോകുന്നത് കണ്ടപ്പോൾ പ്രയോഗിച്ചിട്ടുള്ള ആ ആറ്റം ബോംബിന്റെ പ്രയോഗം സഖ്യകക്ഷികൾക്ക് വലിയ സഹായകമായിട്ടുണ്ട്. പക്ഷേ ഈ 2017 എത്തിയിട്ടും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു ഉമ്മ ഗർഭിണിയായാൽ ആ ഗർഭസ്ഥ ശിശു വികലാംഗനായിട്ടാണ് പുറത്തു വരുന്നത്. ഏതെങ്കിലും ഒരു കൃഷി ഇടം അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ഉത്സർജിക്കപ്പെട്ടിരിക്കുന്ന വാതകങ്ങളുടെ റിയാക്ഷൻ ഇന്നും ആ അന്തരീക്ഷത്തെ നോവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എഞ്ചിനീയർമാരാവാനിരിക്കുന്ന ആളുകളെ, എഞ്ചിനീയർമാരായി കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കുക. എന്റെ എഞ്ചിനീയറിംഗ് പ്രവർത്തനം കൊണ്ട്, എന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട്, എന്റേതായ ആ ഒരു കഴിവ് കൊണ്ട് ഞാൻ പലതും സംഭാവന ചെയ്തിട്ടുണ്ട് എങ്കിലും ആ സംഭാവനയുടെ ആത്യന്തിക ഫലം എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളത് ഓർമ്മ വരേണ്ടതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും സൂറത്ത് യാസീൻ, വനക്തുബു മാ ഖദ്ദമു വആസാറഹും, വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി പല 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 ഊർജ പ്രക്രിയകളും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ ഐൻസ്റ്റീൻ ഇന്ന് രംഗത്തില്ല, അദ്ദേഹം രംഗത്തില്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിമായിട്ടാണ് മരിച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില തിയറികൾ, ആ തിയറികളുടെ കാരണത്താൽ അതിന്റെ ആസാറ്, അതിന്റെ തിക്തഫലം, അതിന്റെ അനന്തരഫലം ഈ 2016-ലും 2017-ലും 2020-ലും വ്യത്യസ്ത നശീകരണ ശക്തികൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അഥവാ ഓരോ ആറ്റം ബോംബ് പൊട്ടുന്ന സന്ദർഭത്തിലും അതിന്റെ എല്ലാ റിയാക്ഷൻ, അത് തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ എല്ലാറ്റിനെയും കുറ്റം കാബീലിന്റെ പെരടിയിലേക്ക് പോകുന്ന പോലെ തന്നെ ഐൻസ്റ്റീന്റെ പെരടിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗവേഷണം അനിവാര്യമാണ്. പക്ഷേ ഗവേഷണത്തിന്റെ റിയാക്ഷനുകൾ, അതിന്റെ തിക്തഫലങ്ങൾ സമൂഹത്തിന് പ്രതികൂലമായി ബാധിക്കുന്നത് എന്ത് എന്നുള്ള 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. ഇനിയും പറയട്ടെ എന്റെ മാന്യ സഹോദരങ്ങളെ, നമ്മുടെ ഡൽഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ആണിന്റെയും പെണ്ണിന്റെയും അംഗസംഖ്യ ഈക്വലാകുന്നില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. 1000 ആൺകുട്ടികൾക്ക് 1000 പെൺകുട്ടികൾ തികയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 750-760 മാത്രമേ ഉണ്ടാകുന്നു. ഇത് മദ്രാസിന്റെ ദുരന്തമാണ്, ഇത് ബോംബെയുടെ ദുരന്തമാണ്, ശകലമൊക്കെ നമ്മുടെ കേരളത്തിന്റെയും ദുരന്തമാണ്. മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പറയുന്നു, ഒരിക്കലും നിങ്ങൾ ആരാച്ചാർമാകാൻ പാടുള്ളൂ. എങ്ങനെ ഡൽഹിയിൽ 1000 ആൺകുട്ടികൾക്ക് കേവലം 750 പെൺകുട്ടികൾ എന്ന് മാത്രം ആയി തീർന്നു? 250 എവിടെ പോയി എന്ന് ചോദിച്ചാൽ, ഇത് ബോംബെക്കും ചെന്നൈക്കും ഈ ദുരന്തമുണ്ട്, എങ്ങനെ അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയാണ്, ഈ അടുത്ത സമയത്ത് ബോംബെയിലെ ഒരു തെരുവിൽ നിന്ന് റോഡയുടെ ഭാഗത്ത് നിന്ന് 19 ഭ്രൂണങ്ങൾ ഒന്നിച്ചു കിട്ടി. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. എന്താണ്? ഒരു ഗർഭസ്ഥ ശിശു അതിന് 4 മാസം പൂർത്തിയാകുമ്പോഴേക്ക് ആ കുട്ടിയുടെ മാതാവും പിതാവും സമീപിക്കുകയാണ് ഹോസ്പിറ്റലുകളിൽ ചെന്നുകൊണ്ട് സ്കാൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് പെണ്ണാണ് എന്നറിയുമ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുകയാണ് ഹത്യ നടത്താൻ, ഭ്രൂണത്തെ നശിപ്പിച്ചു കളയാൻ. ആരിത് ചെയ്തു കൊടുക്കും? നാട്ടുകാരെങ്കിലുമാണോ? അല്ല. എന്റെ മാന്യ സഹോദരന്മാരെ, ടായ് കെട്ടിയിട്ടുള്ള, അത്യുന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, MRCP ലണ്ടൻ കഴിഞ്ഞിട്ടുള്ള, ഇവിടത്തെ MD കഴിഞ്ഞിട്ടുള്ള, VIP എന്ന് നാം വിളിക്കുന്ന അത്തരം സാറന്മാരുടെ കൈകളെ കൊണ്ടാണ് ഈ പറയുന്ന ഭ്രൂണങ്ങളെ പുറത്തേക്ക് ഇറക്കുന്നത്. അതിന്റെ പേരിൽ ഡോക്ടർക്കും ആശുപത്രിയും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. എന്നാൽ അതൊരു ഹോബി എന്ന നിലയ്ക്ക് മനുഷ്യൻ കണ്ടുവെങ്കിൽ ഇന്ന് കഥ എന്താകുന്നു? ഒന്ന് അന്വേഷിച്ചു നോക്കുക. നിങ്ങളൊക്കെ അറിയുന്ന കേസാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അവസ്ഥ ബോംബെയുടെ അത്രക്കെത്തിയില്ലെങ്കിലും, ചെന്നൈയുടെ അത്രക്കെത്തിയില്ലെങ്കിലും, ഡൽഹിയുടെ അത്രക്കെത്തിയില്ലെങ്കിലും ഞാനും നിങ്ങളും ഇന്ന് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ മകന് ഞാനൊരു കല്യാണം ശരിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ 100 ദിവസം നടന്നാലും ഒരു പെൺകുട്ടിയെ ഒത്തുകിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങളൊക്കെ കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ രാവും പകലും കിടന്ന് പിടയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. എന്താണ്? പെൺകുട്ടികൾ രാജ്യത്തില്ല. എവിടെ പോയി പെൺകുട്ടികൾ ഭ്രൂണഹത്യക്ക് വിധേയമാക്കപ്പെട്ടതാണ്. നമ്മുടെ വിദ്യ എന്തിനു പറ്റും?
മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടി അല്ലാഹു തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നോളജ് നാം ഇതാ ആ ജീവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ചെറിയ രൂപത്തിൽ ഉടലെടുത്തിട്ടുള്ള ഹോസ്പിറ്റൽ വളരെ പെട്ടെന്ന് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ദർജയിലേക്ക് ഉയരുന്നത്? അതിന്റെ പിറകിൽ രഹസ്യം പരിശോധിച്ചാൽ ഇത് കാണുവാൻ സാധ്യമാകുന്നതാണ്. നിങ്ങളൊക്കെ അങ്ങനെ കുറ്റകൃത്യം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനോമുഖരങ്ങളിൽ ഇരിക്കട്ടെ. നാം ആരും അത്രയും ഒരു ചീത്ത പ്രവർത്തനത്തിന് നമ്മുടെ ലീഡർ പറഞ്ഞാൽ, നമ്മുടെ ഡീന് പറഞ്ഞാൽ, നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞാൽ, നമ്മുടെ മേലധികാരി പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോവണം. അവിടെ നിങ്ങൾ ജോലിക്ക് കയറിയ സന്ദർഭത്തിൽ അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചത് 2 ലക്ഷമായിരുന്നു എന്ന് വെക്കുക. നിങ്ങൾ ഇറങ്ങിപ്പോരുന്ന സന്ദർഭത്തിൽ പറഞ്ഞു എനിക്ക് ഈ പരിപാടിക്ക് സാധ്യമല്ല, ഭ്രൂണഹത്യ എനിക്ക് സാധ്യമല്ല എന്ന് ധൈര്യമായി നിങ്ങൾ ഇറങ്ങി ധൈര്യപ്പെട്ട് അവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ 2 ലക്ഷം രൂപ എങ്ങനെ സമാഹരിക്കാൻ കഴിയും എന്നാണോ നിങ്ങൾക്ക് ആശങ്ക? മറുപടി അല്ലാഹു തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡോക്ടർ ആ ആശുപത്രിയിലെ മാനേജരോട് കലമ്പിക്കൊണ്ട്, അതല്ലെങ്കിൽ അതിന്റെ ഓണറോട് അദ്ദേഹത്തോട് മല്ലടിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വന്റെ പേരിലാണ് ഈ ഇറങ്ങിപ്പോകുന്നത് എന്നതിന് പേരിൽ അയാൾക്ക് ജീവിക്കാനുള്ള എല്ലാ പാതകളും അല്ലാഹു തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. എല്ലാ വാതിലുകളും അയാൾക്ക് ഓപ്പൺ ആയിരിക്കും. അദ്ദേഹത്തിന്റെ മുമ്പിൽ, ജീവിതത്തിന്റെ മുമ്പിൽ ക്ലോസ്ഡ് എന്നെഴുതിയ ഒരു വാതിലും ഉണ്ടാവുകയില്ല. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു തആല ആ ആൾക്ക് ഭക്ഷണം കൊടുക്കും. വിശുദ്ധ ഖുർആൻ ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. ആരാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തുള്ളത്? ഇല്ല, ഒരു സൂപ്രണ്ടിനും നമ്മുടെ ഭക്ഷണത്തിന്റെ ചുമതലയില്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ സൂപ്രണ്ട് അല്ലാഹു ആണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട് അല്ലാഹു യതവല്ല സ്വാലിഹീൻ. യതവല്ല എന്ന് പറഞ്ഞാൽ വാക്കിന്റെ സാരം ഇൻഷൂർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹികളായ ആളുകളെ യതവല്ല, അവരുടെ കാര്യം അല്ലാഹു ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? എൻ്റെ മാന്യ സുഹൃത്തുക്കൾ, നാം ഇതാ ഓരോ വുളു എടുക്കുന്ന സന്ദർഭത്തിലും നമ്മെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് നോക്കിപ്പിക്കുന്നു. ഓരോ ദിവസവും നേരം പുലർന്നു കഴിഞ്ഞാൽ നമ്മെ കൊണ്ട് അല്ലാഹു തആല നിലത്ത് കിടത്തിപ്പിക്കുന്നു. ദിവസത്തിൽ ഒരു പ്രാവശ്യം നിലത്ത് കിടത്തിപ്പിക്കുകയാണ്. എപ്പോഴാണത്? സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട് എന്നറിയാമല്ലോ. തഖ്ഫീഫാക്കണം, അത് വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. തഖ്ഫീഫായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 22 റക്അത്ത് റവാത്തിബുള്ളതിൽ വെച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സുബഹിന് മുമ്പുള്ള 2 റക്അത്താണ്. ആ 2 റക്അത്ത് കഴിഞ്ഞാൽ വലഭാഗത്തിന്മേൽ ചെരിഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വമീകായിൽ വഇസ്രാഫീൽ റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് ചെരിഞ്ഞു കിടക്കണം. നമ്മുടെ ബോഡി മണ്ണിൽ എറിയിക്കുകയാണ് അല്ലാഹു തആല. പായവിരിച്ചോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ബാക്കി 20 റവാത്തിബുകൾക്കും ഈ കിടത്തമില്ല. 17 റക്അത്ത് ഫർളുകൾ നമുക്കുണ്ട്, അപ്പോഴും കിടത്തമില്ല. ഇവിടെ അല്ലാഹു കിടത്തും. ഒരു ദിവസത്തിൽ 5 നേരം വുളു എടുക്കുന്ന ആ 5 നേരവും നമ്മുടെ കണ്ണ് ആകാശത്തേക്ക് അല്ലാഹു എറിയിപ്പിക്കും. എത്ര ദുആകളുണ്ട്. ആ ദുആകൾക്കൊന്നും ആകാശത്തോട്ട് നോക്കുന്ന സംവിധാനമില്ല. നോക്കാം, ചിലർ നോക്കാൻ ഔലയാന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് വ്യവസ്ഥയാക്കിയിട്ടില്ല. ഇത് വ്യവസ്ഥയാ. 5 നേരം വുളു എടുക്കണം. എന്താ? ഒരു ഫർള് അത് വീട്ടി കഴിഞ്ഞാൽ ആ വുളു മുറിഞ്ഞില്ലെങ്കിലും പുതുക്കൽ സുന്നത്താണ്. ഓരോ വുളു എടുക്കുമ്പോഴും ആകാശത്തേക്ക് നോക്കിയിട്ട് വജ്അൽനീ മിനത് തവ്വാബീന വജ്അൽനീ മിനൽ മുതതഹിരീൻ വജ്അൽനീ മിനൽ ഇബാദിക സ്വാലിഹീൻ. നേരത്തെ ഇവിടെ കേട്ടല്ലോ നിങ്ങൾ. മാന്യ സുഹൃത്തുക്കളെ, എത്ര ദുആ നമ്മൾ കടന്നു പോകുന്നു. അപ്പോഴെല്ലാം നമ്മുടെ കണ്ണ് താഴും. ഈ ഒരു അവസരത്തിൽ കണ്ണ് ആകാശത്തോട്ടാവാൻ കാരണം എന്താണ്? ആലോചിക്കേണ്ട വിഷയമാണ്. രാവിലെ കിടത്തുന്നത് വെറുതെയല്ല. ഞാൻ പറഞ്ഞു 6 മണിയുടെ 5 മണിയുടെ സമയം അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ടൈമാണ്. ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഉണർവിന് വേണ്ടിയുള്ള ഹോർമോണുകൾ സജീവമാകുന്ന ടൈമാണ്. ഉറക്കിന് വേണ്ടിയുള്ള ഹോർമോണുകൾ അത് ബേക്കോട്ടടിക്കുന്ന സമയമാണ്. ആ അവസരത്തിൽ അവനവൻ്റെതായ ശരീരത്തിൻ്റെ ഈ വെയിറ്റ് മണ്ണോട് ചേർത്തി വെക്കുന്ന സന്ദർഭത്തിൽ അവൻ ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഫീൽഡിലേക്കുള്ള ഇറങ്ങിത്തിരിപ്പിന് ആവശ്യമായ ഊർജം സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ കിടന്നെഴുന്നേൽപ്പിക്കുന്നത്. തികച്ചും നേരത്തെ പറഞ്ഞിട്ടുള്ള
ബയോളജി ക്ലോക്കിന്റെ ഒരു ഭാഗമായിട്ട് അറഫയിലേക്ക് നമ്മെ കൊണ്ട് താമസിപ്പിക്കുന്നു, മിനായിൽ നമ്മെ കൊണ്ട് രാപ്പാർപ്പിക്കുന്നു, മുസ്ദലിഫയിൽ നമ്മെ കൊണ്ട് രാപ്പാർപ്പിക്കുന്നു, സുബഹിന്റെ മുമ്പ് അഥവാ ഫർളിന് മുമ്പ് നമ്മെ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് കിടത്തി എഴുന്നേൽപ്പിക്കുന്നു. രാത്രി മുഴുക്കെ ഉറങ്ങിയവനാണെങ്കിലും ഒന്ന് കിടത്തി എഴുന്നേൽപ്പിക്കുന്നു. അതിന്റെ പിറകിലെല്ലാം ഈ ബയോളജി ക്ലോക്ക് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി സത്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. ആകാശത്തോട്ട് കൈയുയർത്തുന്ന സന്ദർഭത്തിൽ പറയുന്നത് എന്താണ്? മനുഷ്യനെ കൊണ്ട് നോക്കിപ്പിക്കുകയാണ്. 3.5 കോടി 3.25 കോടി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ കേരളത്തിൽ എന്റെ കാരണത്താൽ അന്തരീക്ഷത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ 2, 3, 4 വാഹനങ്ങൾ ഒന്നിച്ച് മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് അവരെ കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ഞാൻ തള്ളുന്നുണ്ടോ? അന്തരീക്ഷ മലിനീകരണം വരാതെ ഈ ക്ലൈമറ്റ്, ഈ കാണുന്ന ജവ്, ഈ മനാഹ് അത് കാത്തു സൂക്ഷിക്കുന്ന അനേക കാര്യങ്ങളിൽ ഒരുത്തനായി എന്നെ നീ എഴുതി ചേർക്കണമേ എന്നുകൂടിയാണ് ആകാശം നോക്കിയത് പറയുന്നത്. ഞാൻ എൻ്റെ കൈകാലുകൾ കഴുകി, ഇത് വൃത്തിയാവാനുള്ള ശ്രമമാണ്. ഇതിലെന്ത് കാര്യം? ജനങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു മുഴുക്കയും മലിനമാക്കിയിട്ട് എൻ്റെ കൈകാലുകൾ കഴുകിയിട്ട് എന്ത് കാര്യം? ഉളുവെടുത്തവനെ കൊണ്ടാണ്, കുളിച്ചവനെ കൊണ്ടാണ് ജീവിപ്പിക്കുന്നത്. പോരാ, നിന്റെ കൈയും കാലും വൃത്തിയായത് കൊണ്ട് മാത്രമായില്ല. ഈ അന്തരീക്ഷത്തിന് എന്തെങ്കിലും പന്തികേട് നീ വരുത്തിയിട്ടുണ്ടോ? നീ തന്നെ നോക്ക്. സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കും. ഇനി ഞാൻ അപ്പണിക്കില്ല. എന്റെ വീട്ടിലെ വാഹനങ്ങളുടെ എണ്ണം ഞാൻ കുറക്കും. എന്റെ വീടുകളിൽ നിന്ന് അനാവശ്യമായും കൊണ്ട് പുക ഉയരുന്നത് ഞാൻ കുറക്കും. സ്മോക്കിങ്ങിന് ഞാൻ ആളല്ല എന്ന പ്രതിജ്ഞയാണ് സത്യത്തിൽ എന്ന് പറയുന്നത്. എന്റെ മാന്യ വൈദ്യന്മാരാകാൻ ഇരിക്കുന്ന ആളുകൾ, മെഡിസിൻ ഇരിക്കുന്ന ആളുകൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. ഒരൊറ്റ മനുഷ്യനും അവനവന്റേതായ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടെറിയരുത് എന്ന് പറയുന്ന ഒരു അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. എന്താണ് നമ്മുടെ അരികിൽ വരുന്ന ആളുകളോട് നാം പറയേണ്ടത്? നമ്മുടെ ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഡോക്ടറുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ അയാളാണ് ആ ആളുടെ കൈക്ക് പിടിക്കേണ്ടത്. കൊല്ലരുതനെയാ കൊല്ലരുത്, മാനിഷാദ എന്ന് പറയേണ്ടത് ഡോക്ടറാണ്. ഈ സ്മോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊരു നിലവാരം മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ഒന്നുകിൽ അതിന് കറാഹത്തിന്റെ നിലവാരം, അതല്ലെങ്കിൽ അതിന് ഹറാമിന്റെ നിലവാരം. ഒരു രോഗിയെ കാണുന്ന മാത്രയിൽ ഡോക്ടർക്ക് കാണുവാൻ കഴിയും എന്ത്? നിക്കോട്ടിൻ എന്ന് പറയുന്നതിന്റെ റിയാക്ഷൻ ഈ വന്നിട്ടുള്ള ഈ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളിലേക്ക് ഏത് രൂപത്തിലാണ് പ്രതിഫലിക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആജിലായ മലറത്തുണ്ടാവും. എന്ന് വെച്ചാൽ സഡൻലി വളരെ പെട്ടെന്ന് വരുന്ന ആ ഉപദ്രവങ്ങൾ അയാൾക്ക് ഈ സ്മോക്കിംഗ് കൊണ്ടുണ്ടാവാം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, വലി നിർത്തണം, ഒരു കാരണവശാലും വലിക്കരുത് എന്നുള്ള ഈ ഒരു ഉപദേശം ഡോക്ടർമാർ നൽകിയിട്ടില്ല എങ്കിൽ അവർ കുറ്റവാളികളായിത്തീരും. ആ വലിക്കുന്ന വ്യക്തി തൽസമയത്ത് വലിക്കൽ ഹറാമാണെന്നാ പറയുന്നത്. കാരണം ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക എന്ന ആയത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം ആജിലായ മലറത്തുണ്ട്, ഉളരിയ അപകടമുണ്ട് എന്ന് മനസ്സിലായാൽ അയാൾക്ക് ഈ ഉപകരണം വിൽപ്പന നടത്തലും ഹറാമാണ് എന്നാണ് വിധി. അപ്പോൾ ഡോക്ടർ കുറ്റവാളിയാകുന്ന, സെയിൽസ്മാൻ കുറ്റവാളിയാകുന്ന, സ്മോക്കിംഗ് അതിന്റെ ആളും കുറ്റവാളിയായിത്തീരും. അതേ സന്ദർഭത്തിൽ ഒരാൾ ജെന്റിൽമാനാണ്, അയാൾ നല്ല ആയുസ്സുള്ള ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഒരു ആഘാതം ഈ പുകവലി കാരണത്താൽ ഇല്ല. അതിന്റെ പേരിൽ നിക്കോട്ടിൻ ശല്യം അയാളെ പെട്ടെന്ന് ബാധിക്കില്ല. എങ്കിലും അയാൾക്ക് കറാഹത്തുണ്ട്. ഇത് ഉണർത്തി കൊടുക്കലും ഡോക്ടർമാരുടെ ആവശ്യമാണ്. ഇതിനാണ് വിദ്യ എന്ന് പറയുന്നത്. എന്റെ മാന്യ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ സഹോദരന്മാരെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. ഒരു ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ വരവും വരായികയും പരിപൂർണമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് നാം പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ വരവും വരായികയും പരിപൂർണമായും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയും പറയട്ടെ, നമ്മുടെ വിദ്യയുടെ മേഖലയായും കൊണ്ട് ലോ കടന്നു വരുന്നുണ്ട്. ലോ എന്ന് പറയുന്നത് ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന ഒരു കാര്യമാകുന്നു. ഇന്ന് നമുക്കിതാ ആളൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അയാൾ ഫേമസ് ആയ മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. പക്ഷെ എന്താണ് ആളൂരിന്റെ വ്യക്തിത്വം? ഈ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ കുട്ടികളുടെയും മനസ്സിൽ അദ്ദേഹം ഒരു മോശമായ വ്യക്തിത്വം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സാക്ഷിയായിരിക്കണം നമ്മെ നിയന്ത്രിക്കുന്ന ചാലക ശക്തി.
നാം ഒരു കേസ് ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഹക്കും ബാത്തിലും എവിടെ എന്നുള്ളത് പരിപൂർണമായും ഉറപ്പുവരുത്തിയിട്ട് ഇത് ഹക്കാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ കേസ് നാം ഏറ്റെടുത്തുകൊണ്ട് അയാൾക്ക് വേണ്ടി വാദിക്കാൻ പാടുള്ളൂ. ഇതെന്റെ ധർമ്മമാണ്, ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ആദ്യമായി വിഷയത്തെ പഠിക്കുകയാണ് വേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേസ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ പറ്റി തങ്ങളോട് വ്യക്തമായി പറയുകയുണ്ടായി. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ സ്ഫുടതയുള്ള സംസാരത്തിന്റെ ഉടമകൾ ഉണ്ടാവാം, ചിലർ ആരായിരിക്കാം, വാചാലത കൂടിയിട്ടുള്ള ആളുകളായിരിക്കാം. അതേ സന്ദർഭത്തിൽ സഭാകമ്പം തീരാത്ത ആളുകളും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. എന്റെ മുമ്പിൽ നിങ്ങൾ കേസ് പറയാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ തന്റെ വാചാലത കൊണ്ട്, തന്റെ സ്ഫുടത കൊണ്ട് അവരനെ, തന്റെ പ്രതിയോഗിയെ ആഞ്ഞു വീഴ്ത്താൻ ഒരുപക്ഷെ ഈ വാചാലന് കഴിഞ്ഞു എന്ന് വന്നേക്കാം. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ഹക്ക്. പക്ഷേ വാചാലതയുടെ കുറവ് കൊണ്ട് അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചില്ല, ഹൈജാക്ക് ചെയ്യാൻ സാധിച്ചില്ല. അയാൾ ഒരു പക്ഷേ ന്യായത്തിന്റെ അവതരണത്തിൽ തോറ്റു എന്ന് വന്നേക്കാം. ഇങ്ങനെ വരുമ്പോൾ നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ, കോടതിയെ സംബന്ധിച്ചിടത്തോളം ജഡ്ജിക്ക് ഇവിടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കാനേ കഴിയുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ വാചാലതയുടെ തിളക്കം കൊണ്ട് ആ ഭാഗത്താണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ജഡ്ജി എങ്ങാനും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിധി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തിന്നുന്നത് നരകത്തിന്റെ കൊള്ളിയാണ്, തീയാണ്, ഭയന്ന് കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർക്കശമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മനസ്സിലാക്കണം, ഞങ്ങൾ നരകത്തിന്റെ കൊള്ളിയാകാനല്ല, അത് തിന്നാനല്ല പുറപ്പെടുന്നത്, മറിച്ച് ശരിയായ സ്വർഗത്തിന്റെ പഴങ്ങൾ തിന്നാൻ തന്നെയാണ് നാം ജീവിക്കുന്നത്. ആ ഒരു വികാരം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ പഠനത്തിൽ നാം ഇതാ ലക്ഷ്മണ രേഖ അത് കടക്കാൻ പാടുള്ളതല്ല. ഒരു നിയന്ത്രണം നമുക്ക് വേണം, നമ്മെ ചലിപ്പിക്കുന്ന ഒരു നിയന്ത്രണ രേഖ. ഹക്ക് ബാത്തിൽ ഇതനുസൃതമായി മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്നാണ്. ഇങ്ങനെയെല്ലാം നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒരു ശപഥം ചെയ്യുകയും ആ ഒരു കൺട്രോളിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, എന്റെ മാന്യ സുഹൃത്തുക്കളെ, എല്ലാ അർത്ഥത്തിലും എവിടെയും ജേതാക്കൾ നിങ്ങളായിത്തും, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തഖ്വയോടുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ യാസർ അറഫാത്ത് ഇതാ ഈ ഫ്രാൻസിൽ ചെന്നുകൊണ്ട് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ നേരെ വിഷത്തിന്റെ സൂചി കുത്തിക്കയറ്റി, അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇഹ്തിലാറ്, അയാൾ മുഹ്തലായി തീരുന്നത്. അങ്ങനെയുള്ള ഒരു ദുരന്തം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മതചിട്ടയിൽ വളർന്നു വന്ന ഡോക്ടർമാരുള്ള കാലത്ത് യാസർ അറഫാത്തിന് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതല്ല. ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന് മരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് റഅദ് കിട്ടിയില്ല, സൂറത്ത് യാസീൻ കിട്ടിയില്ല, അദ്ദേഹത്തിന് സംസം വെള്ളം നുണച്ചുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ മുഴുക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ദുരന്തത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങളെപ്പോലെയുള്ള തിളക്കമുള്ള ആളുകൾ രാം മനോഹർ ലോഹിയിൽ അവിടുത്തെ ഡോക്ടർമാരായിട്ടുണ്ടായിരുന്നുവെങ്കിൽ പകുതിയെങ്കിലും കരച്ചിലിന് ആശ്വാസമുണ്ടാകുമായിരുന്നു. അറിയാമല്ലോ, ഇവിടെ നിരവധി അറബ് രാഷ്ട്രങ്ങളുണ്ട്. ആ അറബ് രാഷ്ട്രങ്ങളിലൊക്കെയും രാജാക്കന്മാർ, അവിടുത്തേതായ റോയൽ ഫാമിലിയിലുള്ള ആളുകൾ അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ എവിടെ നിന്നാണ്, ആരുടെ കയ്യിലാണ് അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവർക്കൊന്നും കിട്ടുന്നില്ല ഈ സൂറത്തുർ റഅദ്, അവർക്കൊന്നും യാസീൻ കിട്ടുന്നില്ല, അവർക്കൊന്നും തന്നെ അവരുടേതായ അരികിലേക്ക് അവരുടെ ഇഞ്ചക്ഷന്റെ യന്ത്രം വരുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ഓക്സിജന്റെ സിലിണ്ടർ വരുന്ന സന്ദർഭത്തിൽ അതിനോടൊപ്പം ഒരു അല്പം സംസം വെള്ളം കൂടി അരികിലേക്ക് കൊണ്ടു ചെല്ലാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ കിടന്നല്ല അവർ മരിക്കുന്നത്. ഇതിനൊക്കെ മാറ്റം വരും. നിങ്ങൾ അച്ചടക്കമുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി വളർന്നു വന്നു കഴിഞ്ഞാൽ ആയതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, നമ്മുടെ സ്വപ്നങ്ങൾ അള്ളാഹു സാക്ഷാത്കരിക്കുമാറാവട്ടെ എന്ന് ദുആ നടത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.